ഇന്നും കുളിച്ചില്ലല്ലേ? അയ്യോ ചേട്ടാ, എന്റെ ചെക്കനും ഇതേപോലത്തെ മുടിയാ. സോറി. നീ എന്നെ വിളിച്ചു വരുത്തിട്ട് നീ ഇവന്റെ കൂടെ ഇരിക്കുക? ഇതാണ് നിന്റെ ബോയ് ഫ്രണ്ട്? ഇവനെ പോലെയാണോ ഞാൻ ഇരിക്കുന്നത്? ഞാൻ പോവാണ്. സത്യമായിട്ട് നിന്നെ പോലെ തോന്നിയടാ. സ്വാഭാവികം. അപ്പൊ ഒരു ഓട്ടോ വിളിച്ചു വന്നോടെ. ഈ പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് ഈ നനഞ്ഞ കോഴിയുടെ പോലെ വന്നിരിക്കണ. ഉണങ്ങിക്കോളും. ഒന്നും നനഞ്ഞെങ്കിൽ എന്താ, മേക്കപ്പ് ഒന്നും ഇളകിയിട്ടില്ലല്ലോ. ഞാൻ നിന്റെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അതിനാണോ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിലേ ലിപ്സ്റ്റിക് ഒക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ ഇടണം. ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മേക്കപ്പ് ആട്ടാ. ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ. നീ അവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേ ഒരാൾ വന്നിട്ട് പറയാ ഓർഡർ തരാം. ഞാനിപ്പോ എന്നിട്ട് പറയാ നീ വന്നിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലേ? ഞാൻ വാങ്ങിച്ചോളാം. അതെ, എന്നൊരു പിശുക്കിയാക്കരുത്. ഞാൻ ചെയ്യുന്നതേ മണി മാനേജ്മെന്റ് ആണ്. നിന്റെ കോപ്പിലെ മാനേജ്മെന്റ്. ഞാനാണെങ്കിൽ എന്റെ നാട്ടിലെ പിള്ളേരുടെ അടുത്തേക്ക് നമ്മളിവിടെ ലിമിറ്റ് ടുഗദറാന്നാ പറഞ്ഞിരിക്കണേ. അതിന് വെച്ചാൽ നമുക്ക് ലിവിംഗ് റിലേഷൻ ആവാം. അയ്യേ, ഇതാണ് ലിവിംഗ് റിലേഷൻ. നീ നിന്റെ ഹോസ്റ്റലില്, ഞാൻ പി ജി ആയിട്ട് വേറെ ആൾക്കാരൊപ്പം. അതൊരു കുടിസുമുറിയില്. അവിടെ ആണെങ്കിലേ 8 പേരുണ്ട്. ഒരു ബംഗാളി 2 തമിഴ്. ബംഗാളി ആണെങ്കിൽ നാട്ടിൽ നിന്ന് ഭാര്യനും കുട്ടീനും കൊണ്ടുവരാൻ നിൽക്കുക. ഞാൻ എന്തൊക്കെ ചെയ്യാം? ഒരുമിച്ച് നിന്നില്ലെങ്കിൽ എന്താ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ആർക്കൊക്കെ? ഞാൻ ഓക്കെ അല്ലെങ്കിലോ? ഈ ലിവിംഗ് റിലേഷൻ എന്നൊക്കെ പറഞ്ഞാലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയാണ്. നമ്മൾ ഒരുമിച്ച് ഒക്കെ. ക്രിസ്റ്റി, നിനക്കിനോട് ലവ് ആണോ ലസ്റ്റ് ആണോ? അല്ല, നീ പറ. എന്റെ ലവ് ആണ് എന്റെ ലെസ്റ്റ്. അയ്യടാ, എന്തേ? എനിക്ക് ലവ് തോന്നുന്നവരടുത്ത് തന്നെ അതും തോന്നാറുണ്ട്. എന്താ നിനക്ക് വേണ്ടേ? നീ എന്നെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് എത്ര ഫ്രണ്ടിന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു ക്രാപ്പാ, ഇപ്പൊ ഒരു വീടെടുത്ത് മാറാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ആയിട്ടുണ്ടോ? അതായിട്ട് എല്ലാം സ്വരുക്കുട്ടി ജീവിക്കാന്ന് വെച്ചാലേ വയസ്സങ്ങോട്ട് പോവും. ജീവിക്കുകയാണെങ്കിൽ ഇപ്പൊ ജീവിക്കണം. എന്തൊക്കെ പ്ലാൻ ചെയ്താ എല്ലാം ഫ്ലോപ്പായി. എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിൽ ഞാൻ സ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു അപ്പാർട്ട്മെന്റ് നോക്കിക്കോ. അതൊക്കെ എപ്പോഴേ കിട്ടി പോലിച്ചു. അത് ശരി, കുറെ ആയില്ലേ മോനി പ്ലാനിങ് തുടങ്ങിയിട്ട്. പക്ഷെ ഈ ചായയുടെ പൈസ കൊടുക്കില്ലേ? നമ്മൾ കുറച്ച് ടൈറ്റ് ആവും, എന്നാലും സ്ട്രഗിൾ ചെയ്യണം. കാര്യങ്ങളൊക്കെ ടൈമിൽ നടക്കണമെന്ന്. അല്ലെങ്കിൽ നിന്റെ ചായ പോലെയാവും തണുത്തിട്ട്. ഇത് കണ്ട, ആ കാര്യത്തിലേ ഞാൻ നോ കോംപ്രമൈസ്.